അമേരിക്കൻ ഇമിഗ്രേഷൻ അധികാരികൾ ഒരു പുതിയ കാര്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ജൂതവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്ന ആളുകൾക്ക് വിസയും സ്ഥിരതാമസത്തിനുള്ള അനുമതിയും നിഷേധിക്കും. അതായത് ജൂതന്മാരെ വെറുക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളിട്ടാൽ അമേരിക്കയിൽ താമസിക്കാൻ അനുവദിക്കില്ല. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് എന്ന ഏജൻസി ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അവർ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ജൂതന്മാർക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ മോശമായ കാര്യങ്ങൾ എഴുതുന്നവരെയും അവരെ ശാരീരികമായി ഉപദ്രവിക്കുന്നവരെയും USCIS പരിഗണിക്കും. ഇങ്ങനെയുള്ള ആളുകൾക്ക് അമേരിക്കയിൽ താമസിക്കാനോ വിസക്കോ അപേക്ഷിച്ചാൽ കിട്ടാതിരിക്കാനോ ഇത് ഒരു കാരണമാകും എന്നാണ്. പുതിയ നിയമം ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരും. വിദ്യാർത്ഥി വിസയ്ക്കും സ്ഥിരതാമസത്തിനുള്ള ഗ്രീൻ കാർഡിനുള്ള അപേക്ഷകൾക്കും ഇത് ബാധകമാണെന്ന് USCIS വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് പഠിക്കാൻ വേണ്ടി അമേരിക്കയിലേക്ക് വരാൻ ശ്രമിക്കുന്നവർക്കും അവിടെ സ്ഥിരമായി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ നിയമം ബാധകമാണ്. ഏത് തരം പോസ്റ്റുകളാണ് ജൂതവിരുദ്ധമായി കണക്കാക്കുക എന്നും വ്യക്തമാക്കിയിട്ടുള്ളവർ ഹമാസ്, പാലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ്, ലെബനൻസ് ഹെസ്ബുള്ള, യമൻസ് ഹൂദീസ് തുടങ്ങിയ സംഘടനകളെ പിന്തുണച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടാൽ അത് ജൂതവിരുദ്ധമായി കണക്കാക്കും. ഈ സംഘടനകളെ അമേരിക്ക തീവ്രവാദികളായിട്ടാണ് കണക്കാക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ജൂതവിരുദ്ധത പ്രചരിപ്പിക്കുന്നവരെയും തീവ്രവാദ സംഘടനകളെ പിന്തുണയ്ക്കുന്നവരെയും ഞങ്ങൾ ശ്രദ്ധിക്കും. വിസ നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി പരിഗണിക്കും. അതായത് ആരെങ്കിലും ജൂതന്മാരെ വെറുക്കുന്ന കാര്യങ്ങൾ എഴുതിയാൽ അത് വിസ കിട്ടാനുള്ള സാധ്യതയെ ബാധിക്കുമെന്നാണ് USCIS വ്യക്തമാക്കിയിരിക്കുന്നത്. DHS അസിസ്റ്റന്റ് സെക്രട്ടറി ഫോർ പബ്ലിക് അഫെയർ ട്രിഷ മെക്ലോഗ്ലിൻ ഒരു കാര്യം കൂടി പറഞ്ഞു. ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നവർക്ക് അമേരിക്കയിൽ സ്ഥാനമില്ല. അവരെ ഇവിടെ താമസിപ്പിക്കാൻ ഞങ്ങൾക്ക് ഒരു നിർബന്ധവുമില്ല. ഇത് വളരെ വ്യക്തമായ ഒരു പ്രസ്താവനയാണ്. ആരെങ്കിലും അമേരിക്കയിൽ വന്ന് ഫസ്റ്റ് അമെൻഡ്മെൻറ്റിൻ്റെ പേരിൽ ജൂതവിരുദ്ധതയും ഭീകരവാദവും പ്രചരിപ്പിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി. അവർക്കിവിടെ സ്ഥാനമില്ല. ഫസ്റ്റ് അമെൻഡ്മെൻറ്റ് എന്നാൽ അമേരിക്കയിലെ ഒരു നിയമമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ഈ നിയമം പറയുന്നതെന്നാണ് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നിയോം പറഞ്ഞത്. ഡൊണാൾഡ് ട്രംപിൻ്റെ ആദ്യ ഭരണകാലത്തും ഇങ്ങനെയുള്ള കടുത്ത നിയമങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പല വിദേശ വിദ്യാർത്ഥികളെയും നാടുകടത്തി, പലരുടെയും വിസ റദ്ദാക്കി. പലസ്തീനെ പിന്തുണയ്ക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന കോളേജുകൾക്ക് കൊടുക്കുന്ന ധനസഹായം വെട്ടിക്കുറക്കുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാക്രോ റൂബിയോ കഴിഞ്ഞ മാസം ഏകദേശം 300 പേരുടെ വിസ റദ്ദാക്കിയിരുന്നു. ഇപ്പോൾ 300-ലധികം ആളുകളുടെ വിസ റദ്ദാക്കിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ളവരെ കണ്ടാൽ ഉടൻ തന്നെ അവരുടെ വിസ റദ്ദാക്കുമെന്നാണ് റൂബിയോ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് മുഹമ്മദ് ഖലീലിൻ്റെ ആണ്. അദ്ദേഹം കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പലസ്തീനു വേണ്ടി പ്രതിഷേധം നടത്തി. സിറിയയിൽ ജനിച്ച ഖലീൽ പിന്നീട് അൾജീരിയയുടെ പൗരനായി. 2022 വിദ്യാർത്ഥി വിസയിൽ അമേരിക്കയിൽ വന്നു. 2024 സ്ഥിരതാമസത്തിനായി അപേക്ഷിച്ചു. ഒരു വർഷത്തിലധികമായി ന്യൂയോർക്കിൽ നഗരത്തിലെ കൊളംബിയ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പലസ്തീനിയൻ ജനതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നതോടെയാണ് ഖലീൽ ആഗോള ശ്രദ്ധ നേടുന്നത്. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്ത് പ്രശസ്തമായ ഫാമിൽട്ടൺ ഹാളിലേക്ക് പലസ്തീൻ അനുകൂലികൾ നടത്തിയ പ്രതിഷേധത്തിന്റെ നെടുന്തൂണായിരുന്നു ഖലീൽ. അന്ന് വിദ്യാർത്ഥികൾക്കും യൂണിവേഴ്സിറ്റി അധികൃതർക്കുമിടയിലെ പാലവും ഖലീൽ തന്നെയായിരുന്നു. അധികൃതരുമായുള്ള ചർച്ചകൾക്കും കൂടിക്കാഴ്ചകൾക്കുമെല്ലാം ഈ ചെറുപ്പക്കാരൻ മുന്നിൽ നിന്നു. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ തടയാൻ ബൈഡൻ ഭരണകൂടം ഒന്നും ചെയ്യുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധങ്ങൾ ഏറെയും നടന്നത്. അതേസമയം അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ നാടുകടത്തിയ പൗരന്മാരെ തിരികെ സ്വീകരിക്കാൻ ദക്ഷിണ സുഡാൻ സർക്കാർ തയ്യാറാകാത്തതിനെ തുടർന്ന് ആ രാജ്യത്തു നിന്നുള്ള മുഴുവൻ ആളുകളുടെയും വിസ റദ്ദാക്കുന്ന നടപടി പോലും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചിട്ടുണ്ട്. അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ നാടുകടത്തുന്ന പൗരന്മാരെ അതത് രാജ്യങ്ങൾ സ്വീകരിക്കണമെന്ന് US നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇത് പാലിക്കാത്തവർക്ക് തിരിച്ചടി ഉണ്ടാകുമെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി റൂബിയോ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആഫ്രിക്കൻ രാജ്യമായ ദക്ഷിണ സുഡാൻ ഇത് ലംഘിച്ചതോടെയാണ് നടപടി നേരിടേണ്ടി വന്നിരിക്കുന്നത്. നിലവിൽ US വിസ കൈവശം വെച്ചിരിക്കുന്നവരുടെ വിസ റദ്ദാക്കിയെന്നും ഇനി വിസയ്ക്ക് അപേക്ഷിക്കുന്ന ദക്ഷിണ സുഡാൻ പൗരന്മാരുടെ അപേക്ഷകൾ നിരസിക്കപ്പെടുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി റൂബിയോ വ്യക്തമാക്കുകയായിരുന്നു.